പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ മാസപ്പടി കേസിലെ ED അന്വേഷണം തടയാൻ കൊച്ചിയിലെ കരിമണൽ കമ്പനി, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ മാത്രമല്ല ഡിവിഷൻ ബെഞ്ചിൽ നടത്തിയ ശ്രമത്തിനും കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നു. ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിൽ കരിമണൽ കമ്പനി കൊടുത്ത ഹർജി 2026 മെയ് 26 സിംഗിൾ ബെഞ്ച് ജഡ്ജി TR രവി തള്ളിയിരുന്നു, കാര്യകാരണ സഹിതം തള്ളിയിരുന്നു. അതിനെ തുടർന്ന് കരിമണൽ കമ്പനി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഇതേ ആവശ്യവുമായി അവർ പോയിരുന്നു. ജസ്റ്റിസ് A രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ബെഞ്ചിൻ്റെ മുന്നിലാണ് അവർ പോയത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വിശദമായിട്ടുള്ള വാദം, കരിമണൽ കമ്പനിയുടെ വാദവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വാദവും വിശദമായി കോടതി കേട്ടിരുന്നു. ആ വാദത്തെ തുടർന്ന് ആ കേസിൽ വിധി പറയാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ജൂൺ 5 വെച്ചിരുന്നു. ജൂൺ 5 രാവിലെ ഒന്നാമത്തെ ഐറ്റമായി ഇത് പരിഗണിക്കുകയും കാര്യകാരണ സഹിതം ഈ ഡിവിഷൻ ബെഞ്ച് ഈ കരിമണൽ കമ്പനിയുടെ അപ്പീല് എടുത്ത് ജനലിൽ കൂടെ തോട്ടിലേക്ക് എറിയുന്ന പോലെ എടുത്ത് വലിച്ചെറിയുകയും ചെയ്യുകയുണ്ട്. അതായത് കരിമണൽ കമ്പനി ആവശ്യപ്പെട്ട 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾ വിശദമായി അവരെടുത്തുകൊണ്ട് 2023 സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിട്ടുള്ളൊരു കേസാണ്. PMLA ആക്ടിലെ വിവിധ വകുപ്പുകളുടെ ഭരണഘടനാ സാധുത, അതുപോലെ തന്നെ ആ വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണ നടപടിക്രമങ്ങൾ, ഇതിൻ്റെയൊക്കെ സാധുതയാണ് ഈ വിജയ് മദൻലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേസിലെ 3-അംഗ ബെഞ്ച് 2023 സുപ്രീം കോടതി പരിശോധിച്ചു. അത് സാധുവാണ് എന്നുള്ള ആ വിധി വിശദമായി പരിശോധിച്ചുകൊണ്ട് CMRL ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള ആ വാദം എടുത്ത് ദൂരെ എറിഞ്ഞു. കീറക്കടലാസ് എടുത്ത് എറിയുന്നത് പോലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എടുത്ത് തള്ളിക്കളഞ്ഞു. സുഹൃത്തുക്കളെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ED അന്വേഷണം മാത്രമല്ല SFIയുടെ അന്വേഷണം നേരത്തെ നടന്നിരുന്നു. EDയുടെ ഇപ്പോഴത്തെ അന്വേഷണം എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ നടത്തിയിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അവർ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട് നിയമവിരുദ്ധവും നടപടിക്രമങ്ങൾക്ക് വിരുദ്ധവും ആണ് എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ SFIയുടെ അന്വേഷണത്തിലുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ അത് കൂടുതൽ തെളിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് ആസ്പദമായിട്ടുള്ള ഒരുപാട് തെളിവുകളും രേഖകളുമൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഈ CMRലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? 2016 2019 ഇടയ്ക്ക് വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വിജയൻ്റെ മകൾ വീണയ്ക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനി, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറഞ്ഞ കമ്പനി യാതൊരുവിധ സേവനങ്ങളും നൽകാതെ 2,78,00,000 രൂപ കൊടുത്തതാണ് കരിമണൽ കമ്പനിയും വീണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാട്. അതിൽ തന്നെ അന്തർലീനമായിട്ടുള്ള വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഈ കരിമണൽ കർത്താവും അയാളുടെ ഭാര്യയുമൊക്കെ നേതൃത്വത്തിലുള്ള എന്തോ എംപവർ ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ നിന്ന് വീണ 75 ലക്ഷം രൂപ പലപ്പോഴായി വാങ്ങുകയും വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് കിട്ടിയ പണം, അതിൽ വലിയൊരു പങ്ക് ഈ എംപവർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കടം 12% പലിശയ്ക്ക് തിരിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതും ഈ CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണയെ നടത്തിയിട്ടുള്ള ഇടപാടിൽ അന്തർലീനമാണ്. അതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തുള്ള തെളിവുകളും രേഖകളും മൊഴികളും എല്ലാം ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതൊക്കെ ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ആ വിഷയത്തിൽ തന്നെ അന്തർലീനമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം എന്താ? ആ വിഷയത്തിൽ അന്തർലീനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് വീണയുമായി കരിമണൽ കമ്പനി ഇടപെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ വീണയുമായി കരിമണൽ കമ്പനിക്ക്, ഇപ്പോൾ വീണയല്ല വേറൊരാളുമായിട്ടൊന്നും കരിമണൽ കമ്പനിക്ക് ഒരു കരാറുണ്ടാക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ യാതൊരുവിധ സേവനവും നൽകാതെ ഇവരേർപ്പെട്ട കരാർ പ്രകാരം വീണയുടെ കമ്പനിക്ക്
കരിമണൽ കമ്പനി 2,78,000 2,78,00,000 രൂപ കൊടുത്തു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒരുവിധ സേവനവും നൽകാതെ, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടില്ലാതെ, ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, ഒരു രേഖയുമില്ലാതെ 2016 മുതൽ 2019 വരെ വീണ എന്ന് പറയുന്ന ഈ വനിതയ്ക്ക് 2,78,00,000 രൂപ കരിമണൽ കമ്പനി കൊടുത്തെങ്കിൽ അത് വിജയൻ്റെ മകളായതുകൊണ്ടല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇപ്പം ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, അറ്റ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുമായി കരിമണൽ കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് കരാർ ഏർപ്പെട്ടു. അവരിൽ നിന്നൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് വാങ്ങിച്ചു. എന്നാൽ വീണയ്ക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ലായിരുന്നു. അവരിൽ നിന്ന് ഒരുപാട് ഇമെയിൽ സന്ദേശങ്ങൾ CMRL പോയിട്ടുണ്ട്. പക്ഷേ വീണയ്ക്ക് ഒരു ഇമെയിൽ സന്ദേശവും പോയിട്ടില്ല. അവർ കാലാകാലങ്ങളിൽ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഈ അറ്റ്ന ടെക്നോളജീസ് CMRL അനുസരിച്ച് അറിയിച്ചിരുന്നു. പക്ഷേ വീണ ഒന്നും ചെയ്തിട്ടില്ല. അവസാനം ഈ സോഫ്റ്റ്വെയർ അറ്റ്ന ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് 3,00,000 ചില്ലുവാനം രൂപയാണ് അവർക്ക് അതിനുള്ള ഇതായിട്ട് കൊടുത്തത്. കരാർ പൂർത്തിയാക്കിയപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള പണം അത്രയും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ, ഒരു ഇമെയിൽ സന്ദേശവും അയക്കാതെ, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടും കൊടുക്കാതെ, ഒരു രേഖയുമില്ലാതെ 2016-നും 2019-നും ഇടയ്ക്ക് വീണയ്ക്ക് 2,78,00,000 രൂപ കരിമണൽ കമ്പനി കൊടുത്തുവെങ്കിൽ അത് വിജയൻ്റെ മകളാണ് വീണ എന്നുള്ളത് കൊണ്ടാണ് എന്നതാണ് പ്രധാനം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ വീണയുടെ പങ്കിന് അപ്പുറത്തേക്ക് വിജയൻ്റെ പങ്ക് കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. വീണയുടെ മകളായതുകൊണ്ട്, വിജയൻ്റെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് ഈ പണം ലഭിച്ചത് എന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ വിജയൻ്റെ മകളായ വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് മാത്രമാണോ പണം കിട്ടിയത് എന്നുള്ള വിഷയത്തിലേക്ക് ഇത് കടക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് എന്തിന് ഗൾഫിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത്. എന്താണ്? അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞ ഗൾഫിലെ ബാങ്കിൽ 2020 വീണയും ആദ്യ ഭർത്താവ് സുനീഷും ചേർന്നുള്ളൊരു അക്കൗണ്ടിൽ 10 കോടി രൂപയുണ്ടായിരുന്നു എന്നുള്ള ഷോണിൻ്റെ ആരോപണത്തിലേക്ക് അത് പോകുന്നത്. അവിടെയാണ് ഷോൺ പറഞ്ഞ വേറൊരു കാര്യം പറയുന്നത്. എന്താണ്? ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നുള്ള ഈ അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, SNC ലാവലിൻ ഉൾപ്പെടെയുള്ള കമ്പനികൾ കോടികൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും കോടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടെന്നും ഈ ഗൾഫിലുള്ള എക്സാലോജിക് കമ്പനിയിൽ നിന്ന് ഈ പണം കാനഡയിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട് എന്നുമുള്ള ഷോണിൻ്റെ വാദത്തിന് പ്രസക്തി വർദ്ധിക്കുന്നതാണ്. അത് സംബന്ധിച്ച് പരാതി ഷോൺ EDക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ അപ്പോൾ എന്തായാലും ഒരു കാര്യം ഇപ്പം ഈ വിധി വന്നുകൊണ്ട് ഉറപ്പാണ്. ഈ വിധി വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ശനിയും ഞായറും സുപ്രീം കോടതിയിൽ കോടതി ഇല്ല. കരിമണൽ കമ്പനിക്ക് ഇനി കോടതിയിലേക്ക് പോകണമെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയെ പറ്റുള്ളൂ. അടുത്ത തിങ്കളാഴ്ചക്കുള്ളിൽ ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ സംഭവവികാസങ്ങൾ നടക്കുന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം മെയ് 26-ന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നപ്പോഴാണ് 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 12 സ്ഥലത്ത് റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ EDക്ക് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും കൂടെ ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ വളരെ ആക്രമണോത്സുകരാണ് അവർ. അതുകൊണ്ട് മകൾക്കെതിരെ നടപടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മകൾക്ക് സമൻസ് പോകും, മകളെ ചോദ്യം ചെയ്യും, മകൾ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും നമ്മൾ തള്ളണ്ട. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും കൂടെ ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുന്ന സാധ്യത ഇനി അടുത്ത ആഴ്ച സുപ്രീം കോടതിയിലേക്ക് പോയെന്ന് വിചാരിക്കും. സുപ്രീം കോടതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം കീഴ്ക്കോടതി രണ്ടും തള്ളിയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും സുപ്രീം കോടതി കരിമണൽ കമ്പനിക്ക് അനുകൂലമായിട്ട് വിധി കൊണ്ടിരില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി ഈ കേസിൽ നടക്കാൻ പോകുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അത് വിജയൻ്റെ മകളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല. രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം വിജയനിലേക്കും പോകും. കാരണം വിജയൻ്റെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് ഈ കോടികൾ കിട്ടിയിരിക്കുന്നത്. വിജയൻ്റെ മകൾ കരിമണൽ കമ്പനിയുമായി നടത്തിയ ഇടപാടിൻ്റെ 2,78,00,000 രൂപ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 50 മുതൽ 100 കോടി രൂപ വരെയുള്ള കള്ളപ്പണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി ഗൾഫിൽ തുടങ്ങിയ സംരംഭവുമായി ബന്ധപ്പെട്ട് വെളുപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതിന് പുതിയ കേസ് വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ വിധിന്യായവും കൂടി കരിമണൽ കർത്തായ്ക്കെതിരായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം മകളിലേക്ക് മാത്രമല്ല അച്ഛനിലേക്കും പോകും എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. മിക്കവാറും കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ ജയിലറയ്ക്കുള്ളിലേക്ക് പോകാൻ പോകുന്ന രണ്ടാമത്തെ നേതാവ് എന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ വിജയന് ലഭിക്കാൻ ഉള്ള എല്ലാ സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നു. ആദ്യമായി ജയിലിൽ പോയത് ആർ ബാലകൃഷ്ണപിള്ളയാണെന്ന് നമുക്കറിയാം. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് നേതാവ്, ഇവിടെ CPM എന്ന് പറഞ്ഞ വിപ്ലവ പാർട്ടിയുടെ ഒരു നേതാവ് ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജയിലിലാകുന്നത് കൂടി നമ്മൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കണ്ടാൽ പോലും അത്ഭുതമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും അച്ഛനെ ചോദ്യം ചെയ്യും, വിജയനെ ഉടനടി തന്നെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ വിജയന് എന്നെ ജയിലിലാക്കണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് രണ്ടാമതൊരു ഒരു വീണ്ടും വിചാരം കൂടി ഇടി നടത്തിയാൽ അത്ഭുതമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 80 വയസ്സിന് മുകളിലുള്ള രോഗാതുരനാണ് അച്ഛൻ എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ അതിനുള്ള സാധ്യത അത്ര വലുതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മകൾക്ക് പുറകെ അച്ഛനും അഴിയെണ്ണുന്നത് ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വന്നാൽ പോലും അത്ഭുതപ്പെടരുത് എന്നാണ് പാർട്ടി അണികളോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്.